നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൽ നസർ 2026 അവരുടെ ആദ്യത്തെ വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. പക്ഷേ അൽ ഷബാബിൻ്റെ കോച്ച് ആരോപിക്കുന്നു അത് റഫറി സമ്മാനിച്ച വിജയമാണ്. 3-2 വിജയം അൽ നസർ നേടുമ്പോൾ കളിയുടെ 67 മിനിറ്റിൽ സിയറോക്ക് റെഡ് കാർഡ് കിട്ടി. അൽ ഷബാബ് 10 പേരായിട്ട് ചുരുങ്ങിയിരുന്നു. അതിനെതിരെയാണിപ്പോൾ കോച്ച് രംഗത്തെത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല അൽ ഷബാബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് റഫറിങ് മിസ്റ്റേക്കുകൾക്കെതിരെ. അതിൽ ആദ്യം അവരുടെ കോച്ച് ഇമാനോൾ അൽഗുവാച്ചിൽ പറയുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ തീർച്ചയായിട്ടും അപ്സെറ്റാണ്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഞാൻ എല്ലാ റെസ്പെക്റ്റോടു കൂടിയും പറയട്ടെ, അൽ നസറിനോടുള്ള എല്ലാ റെസ്പെക്റ്റോടു കൂടിയും പറയട്ടെ, ഇന്നത്തെ മത്സരം അവർ വിജയിച്ചത് റഫറി അവർക്ക് സമ്മാനിച്ച വിജയമാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിരുന്ന കളിയെ റഫറിയാണ് അവർക്ക് അനുകൂലമാക്കി മാറ്റിയത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളെല്ലാവരും കണ്ടതല്ലേ എന്താണ് കളിയിൽ കണ്ടത് എന്ന്. ഇത് തീർച്ചയായിട്ടും അനീതിയായിട്ടുള്ള സംഭവമാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അൽ ഷബാബിൻ്റെ പ്ലെയർക്കല്ല പ്രശ്നം. റെഡ് കാർഡ് കൊടുത്തതിൽ റഫറിക്കാണ് പ്രശ്നം. ആ റെഡ് കാർഡ് ഡിസിഷൻ ഇൻകറക്റ്റ് ആയിരുന്നു. നാളെ ഞങ്ങൾ റഫറിങ് കമ്മിറ്റിയുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അൽ നസറിന് പിന്നെ ഈ കളിക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായിട്ടും അൽ ഷബാബ് അൽ നസറിനെതിരെ കളിക്കുന്നു. അൽ നസറിനാണെങ്കിലോ ഞങ്ങളെക്കാൾ 2 ദിവസം അധികം റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. ഗോളുകൾ വന്നിട്ട് അതായത് തുടക്കത്തിൽ വന്ന ഗോളുകൾ ഒരു സർപ്രൈസ് ആയിട്ടാണ് വന്നത്. ദെൻ ഞങ്ങൾ അതിശക്തമായിട്ട് തിരികെ വന്നു, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തു, ഞങ്ങൾ ഗോൾ അടിച്ചു, ഞങ്ങൾ നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കവേ, മത്സരം ബാലൻസ്ഡ് ആയിട്ട് നിൽക്കവേ റഫറിയാണ് കളിക്കളത്തിൽ ഞങ്ങൾക്ക് 11 പേര് ഉണ്ടാവരുത് എന്ന് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പോൾ അവരുടെ കോച്ച് പറയുന്നത്. കൂടാതെ അൽ ഷബാബ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ അവർ കൃത്യമായിട്ട് പറയുന്നു, അൽ ഷബാബിന്റെ ക്ലബ് മാനേജ്മെന്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നു സ്ട്രോങ്ലി കണ്ടംനേഷൻ ആൻഡ് റിഗ്രറ്റ് റിഗാർഡിംഗ് ദി റിപ്പീറ്റഡ് ആൻഡ് ഇമ്പാക്ട്ഫുൾ റഫറിങ് എറേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ അവർ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നു. തീർച്ചയായിട്ടും ഇത് വിവാദമായി മാറുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അൽ നസറിന്റെ കോച്ച് തന്നെ, അതായത് ഓർഗെ ഹിസസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് റഫറിമാരോട് ഫൗളിന് വേണ്ടി ഒന്നും അപ്പീൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അൽ ഹിലാലിനുള്ള പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അൽ നസറിന് ഇല്ല എന്ന്. ഇപ്പോൾ അൽ നസർ ജയിക്കുമ്പോൾ അൽ ഷബാബിന്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെ ഇറങ്ങുന്നു. സൗദിയിലെ റഫറിങ് ഒരു വലിയ പ്രശ്നവും വിവാദവുമായിട്ട് ഉയർന്നു വരുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.